Hello guys, welcome to new video. അപ്പോൾ എല്ലാവർക്കും എഡ്യൂപോർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വേറെ ഒന്നുമല്ല, ഇന്ന് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്തായിരുന്നു? ഇന്ത്യൻ എക്കോണമിയെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ചാപ്റ്റർ എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ടല്ലോ, ഈ പേപ്പറിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള കാര്യം ഇത്രയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ കൂടി എന്ത് ചെയ്യണം, വീഡിയോ ലാസ്റ്റ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇപ്പം തന്നെ ഷെയർ ചെയ്യേണ്ട, കാരണം ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമാണ്, പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മെയിനായിട്ട് നോക്കുക ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 9 ചാപ്റ്റർ പഠിക്കാണ്ടായിരുന്നു. ഇപ്പം നമുക്ക് എത്രയേ ഉള്ളൂ? 8 പഠിക്കാനുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് 8 ചാപ്റ്റർ പഠിക്കാനുള്ളൂ, കാരണം ഒരു ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് ചാപ്റ്റർ? 6ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡിലീറ്റ് ആണ്. മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ്? ഈ പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റ് ആണ്. പിന്നെ പഠിക്കേണ്ട കളക്ഷൻ ഓഫ് ഡാറ്റ, പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ലാസ്റ്റ് വൺ എന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ പറയുന്ന 4 ചാപ്റ്റർ എന്താണ്? കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, കണ്ടിന്യൂവേഷൻ ആയിട്ട് പോകുന്ന ചാപ്റ്റർ ആണ്. അപ്പം എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും അത് കണ്ടിന്യൂവേഷൻ തന്നെ പഠിച്ചു പോകണം. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് അത്യാവശ്യം ബന്ധമില്ലാതെ, ഈ ചാപ്റ്ററായിട്ട് ബന്ധമില്ലാതെ വരുന്നതാണ് ഈ പറഞ്ഞ കോറിലേഷൻ, ഇൻഡെക്സ് നമ്പർ ആൻഡ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് ചോദിക്കുകയും എന്നാൽ 3 മാർക്കിലെങ്കിലും മിനിമം ചോദ്യം വരികയും ചെയ്യുന്ന ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ എവിടേക്കെന്ന് വരിക എന്നുള്ള കാര്യം നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാനുള്ള 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നമ്മൾ പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് സ്റ്റാറ്റി, അതിൻ്റെ ഡിഫറൻറ്റ് ആസ്പെക്ട്സ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗുലർ സെൻസിൽ എന്താണ് സ്റ്റാറ്റി ഉദ്ദേശിക്കുന്നത്, പ്ലൂറൽ സെൻസിൽ എന്താണ് സ്റ്റാറ്റി ഉപയോഗിക്കുന്നത്. ആ 2 രീതികൾ നിർബന്ധമായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കുന്നതിന് എന്താണ് സ്റ്റാറ്റി സിംഗുലർ സെൻസിൽ മീൻ ചെയ്യുന്നത്, പ്ലൂറൽ സെൻസിൽ എന്താണ് മീൻ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. അടുത്ത് നോക്കാനുള്ള എക്കണോമിക് ഡാറ്റയും അതിൻ്റെ ടൈപ്പുകളാണ് നോക്കാറുള്ളത്. നമുക്കറിയില്ലേ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കാറുണ്ട്. ആ രീതി തന്നെ നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നോട് കളർ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ യൂസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് 6 പോയിന്റ്സ് പറയുന്നുണ്ട്. മിനിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 പോയിന്റ്സ് എങ്കിലും പഠിച്ചു. ഓക്കെ, മിനിമം ഒരു 5 പോയിന്റ്സ് എങ്കിലും പഠിച്ചിരിക്കണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഇത്രയാണ് സ്റ്റാറ്റിയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ സ്റ്റാറ്റി എക്കണോമിക്സ് തമ്മിലുള്ള റിലേഷൻ എന്താണ്. ഇത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഷുവറായിട്ടൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ലാസ്റ്റ് വൺ പഠിക്കാനുള്ളത് ഏറ്റവും ചെറിയ മാർക്കിന് ചോദിക്കുകയും എന്നാൽ എപ്പോഴും ചോദിക്കുകയും ചെയ്യുന്ന ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. മെയിനായിട്ട് പറയുന്നുണ്ട് NSSO, CSO, CSI എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്, LRG എന്ന് പറഞ്ഞിട്ട് അതിൽ ഓരോന്നിൻ്റെ ഫുൾ ഫോം നിർബന്ധമായിട്ട് എന്തെങ്കിലും പഠിച്ചിരിക്കണം. അങ്ങനെയാണ് സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് നോക്കാം. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഒരു ഡാറ്റ എന്താണെന്നും അതിൽ എന്യൂമറേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരിക്കണം. എന്നിട്ട് നമുക്ക് നോക്കാനുള്ളത് പോപ്പുലേഷൻ എന്താണെന്നും സാമ്പിൾ എന്താണെന്നും. നമുക്കറിയില്ലേ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്, അതിൻ്റെ ചെറിയൊരു ഭാഗത്തിന് നമ്മൾ എന്താ പറയുക സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് വ്യത്യാസമുള്ള കാര്യം നമുക്കറിയാം. പിന്നെ പോപ്പുലേഷനായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പഠനമാണ് സെൻസസ് എന്ന് പറഞ്ഞാൽ, സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് സാമ്പിളിംഗ് എന്നറിയപ്പെടുന്നത്. അതും നിർബന്ധമായിട്ട് നോക്കിക്കാം. പിന്നീട് നോക്കാനുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് എന്താണ്, ക്വാളിറ്റേറ്റീവ് വേരിയബിൾസ് എന്താണ്. ഒരു 3 മാർക്ക് വരെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണിത്. ക്വാളിറ്റേറ്റീവ് വേരിയബിൾസിൻ്റെ എക്സാമ്പിളും ക്വാണ്ടിറ്റേറ്റീവ് എഴുതാനും പറഞ്ഞിട്ട് എക്സാമ്പിൾ തന്നും എന്നിട്ട് എന്ത് ചെയ്യും നിങ്ങളോട് എഴുതാൻ പറയും. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കാനുള്ള എന്ത്, പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള വ്യത്യാസം. പ്രൈമറി ഡാറ്റ എന്താണെന്ന് സെക്കൻഡറി ഡാറ്റ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി പഠിക്കാനുള്ളത് പ്രൈമറി ഡാറ്റ എങ്ങനെ നമ്മൾ കളക്ട് ചെയ്യും, അതിനുള്ള മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ പറയുന്ന ചോദ്യം. അതുകൊണ്ട് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും. ഓക്കെ, നമ്മുടെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 രീതികളാണ് ഇത്, ക്വസ്റ്റ്യനെയർ മെത്തേഡും അതേപോലെ ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറഞ്ഞ്. ഇത് 2 തമ്മിലൊരു കമ്പാരിസൺ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അതേപോലെ ഒരു നല്ല ക്വസ്റ്റ്യനെയർ ആവാൻ ഉണ്ടാവേണ്ട ക്വാളിറ്റീസ് എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരു നല്ല ക്വസ്റ്റ്യനെയർ ആവാൻ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം പഠിച്ചിരിക്കണം. പിന്നെ സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രൈമറി ഡാറ്റയുടെ സോഴ്സ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു, അതുപോലെ എന്ത് ചെയ്യുക സെക്കൻഡറി ഡാറ്റയുടെ സോഴ്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കാനുള്ള സാമ്പിളിംഗ് എററും അതേപോലെ നോൺ സാമ്പിളിംഗ് എറേഴ്സുമാണ് പഠിക്കാനുള്ളത്. സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണല്ലേ, സാമ്പിൾ എടുത്തപ്പോൾ കൃത്യമായില്ല അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറഞ്ഞാൽ സാമ്പിൾ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലാത്ത കാരണം കൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് എറർ വന്നു കഴിഞ്ഞാലും അതെന്താണ് നോൺ സാമ്പിളിംഗ് എററാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് പഠിക്കുന്ന ടോപ്പിക്ക് നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. ഏതാണ് ക്വസ്റ്റ്യൻ, എന്താണ് പൈലറ്റ് സർവേ എന്നുള്ള ചോദ്യം ഷുവറാണ്.
ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് ചാപ്റ്റർ പഠിക്കേണ്ടത്. ഈ പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ഓർത്ത് നോക്കാം, ഇതൊരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്തത് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ, അഥവാ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു, ഗ്രൂപ്പുകളാക്കി വരുന്നു, അതിനുള്ള ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ടൈപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിങ്ങനെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, ജിയോഗ്രഫിക്കൽ ആൻഡ് സ്പേഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ സംഭവം ക്രോണോളജിക്കലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൻ്റെ ടൈപ്സ് നോക്കുക, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ്, സ്പേഷ്യൽ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ. പിന്നെ നമ്മൾ പറയുന്ന നാലാമത്തെ ഐറ്റത്തിൻ്റെ പേരാണിത് ക്രോണോളജിക്കൽ, നിർബന്ധമായിട്ട് നോക്കിയേക്കണം. പിന്നെ പഠിക്കാനുള്ള ഒന്നാണ് 1 വേ ആൻഡ് 2 വേ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതുപോലെ പാർട്സ് ഓഫ് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാറേ ഈ ഭാഗം നാലാമത്തെ ചാപ്റ്ററിൽ വെച്ച് അതിലും ഈ പറയുന്ന ചാപ്റ്ററിൽ വരുന്നത് രണ്ടിനും കൂടി മിക്സ് ചെയ്ത് വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, തേർഡ് ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ടിക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഷുവറാണ്, മക്കളെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ 2 ഫോൾഡ് ആൻഡ് മാനിഫോൾഡ് ക്ലാസിഫിക്കേഷൻ നോക്കണം. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രീക്വൻസി ടേബിൾ. നിർബന്ധമായിട്ടും ഫ്രീക്വൻസി ടേബിൾ വരക്കാൻ പഠിക്കണം. അതായത് നമുക്കറിയാലേ, ഈ പറയുന്ന 4 ലൈൻസ് വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടാലി മാർക്ക് ക്രോസ് ചെയ്തിട്ടാണ് വരക്കുക. അപ്പോൾ 9 കാണിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, 5 വരച്ച് 4 വരക്കും. 10 വീണ്ടും ക്രോസ് ചെയ്യുന്നു. അങ്ങനെ ക്രോസ് ചെയ്ത് വരക്കുന്ന കാര്യം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിസ്ക്രീറ്റും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻസി ടേബിളുകൾ. ഓക്കെ, ഫ്രീക്വൻസി ടേബിൾ നമ്മൾ പഠിച്ചു, അതിൽ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്പറുകളും അതിൻ്റെ ഫ്രീക്വൻസി മാത്രം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ ക്ലാസ്സുകളുണ്ടാവും, അതിൻ്റെ ഫ്രീക്വൻസികളും വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അത് ഓർത്ത് വെക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വരുന്ന വളരെ ഷുവറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്കുള്ള ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻ. അതേതാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്, ഇൻക്ലൂസീവ് ക്ലാസ് അല്ലേ. അപ്പോൾ ഇൻക്ലൂസീവ് ക്ലാസ്സിനെ എക്സ്ക്ലൂസീവ് ആക്കാൻ എപ്പോഴും ചോദ്യം വരാറുണ്ട്. 2 മുതൽ 4 മാർക്ക് വരെ പ്രതീക്ഷിക്കാം, ആ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈവേരിയറ്റ് ഡാറ്റയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ബൈവേരിയറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചോദിക്കാറുണ്ട്, 1 മാർക്ക് 2 മാർക്ക്. പിന്നെ പറഞ്ഞ ഈ ടാബുലേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ടിക്ക് ചെയ്ത കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അടുത്തത് നമുക്ക് 4th ചാപ്റ്റർ വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചാപ്റ്ററാണ് പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റ എങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യാം, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 2 മെത്തേഡാണ്. ഒന്ന് ഡയഗ്രാംസും മറ്റൊന്ന് ഗ്രാഫുകളുമാണ്. അപ്പോൾ അത് തമ്മിലുള്ള കമ്പാരിസൺ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ് ഡയഗ്രാം, എന്താണ് ഗ്രാഫ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് പരീക്ഷയ്ക്ക് എന്താണ് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാർ ഡയഗ്രത്തിൻ്റെ ഡിഫറൻറ്റ് ടൈപ്പുകൾ പഠിക്കാറുണ്ട്. ഒരു 4 ടൈപ്പുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 4 ടൈപ്പ് സിമ്പിളാണ്, പഠിച്ചു വെക്കുക. പിന്നെ പൈ ഡയഗ്രാം. ഓക്കെ, പൈ ഡയഗ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, 3.6 കൊണ്ട് എപ്പോഴും നമ്മൾ ഗുണിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് ഉണ്ടല്ലോ, പെർസെൻറ്റേജിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 3.6 കൊണ്ട് നമ്മൾ ഗുണിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ കിട്ടും. എന്ത് കിട്ടും, ആംഗിൾ കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ആംഗിൾ കണ്ടെത്താൻ അങ്ങനെ കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഹിസ്റ്റോഗ്രാം ആൻഡ് ബാർ ഡയഗ്രാം. ഒരു ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും നമ്മൾ വ്യത്യാസം പഠിക്കണം. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫുകൾ എന്താണെന്ന് പഠിക്കണം. ഗ്രാഫിൽ വരുന്ന മെയിനായിട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ 4 പഠിക്കാനുള്ള ഏതൊക്കെയാണ്, ഹിസ്റ്റോഗ്രാം ഉണ്ട്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ് ആൻഡ് ഒജീവ്സ് എന്ന് പറയുന്നത്. ഇത് ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കാനുള്ള എന്ത്, ഈ പറഞ്ഞ ഡയഗ്രാമുകളും ഗ്രാഫുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോദ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെയധികം എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള 5ാമത്തെ ചാപ്റ്ററാണ്. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ടെൻഡൻസി. ഇവിടെ നമുക്ക് മെയിനായിട്ട് 3 ആൾക്കാരെ പഠിക്കാനുള്ളത്. ഒന്ന് മീൻ, അല്ലെങ്കിൽ അവർ കോമൺ ആയിട്ട് അറിയപ്പെടുന്നവരാണ് അരിത്തമെറ്റിക് മീൻ. രണ്ടാമത്തത് മീഡിയൻ. ഓക്കെ, നമ്മളിവിടെ എക്സ് ബാർ എന്ന് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ എം എന്ന് കൊടുക്കുന്നു. ഇനി മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആണല്ലേ, നമ്മൾ അതിന് ഇസഡ് എന്നാണ് പൊതുവെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, ഒന്ന് റോ ഡാറ്റ പഠിക്കാനുണ്ട്, ഡിസ്ക്രീറ്റ് ഡാറ്റ പഠിക്കാനുണ്ട്, അപ്പോൾ കണ്ടിന്യൂസ്ലി കൂടി പഠിക്കാനുണ്ട്. ഇത് 3 പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യും, നമുക്കുള്ള മെയിൻ ഇഷ്യൂസും പ്രോബ്ലംസ് ഒക്കെ തീരും. അതായത് ഒരു 8 മാർക്ക് ഈ ഒരൊറ്റ ഭാഗത്തിന് മാത്രം ചോദിക്കും. ഓക്കെ, 8 മാർക്കിന് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് മാത്രമായിട്ട് ചോദിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള അതിൽ അടുത്തായിട്ട് നോക്കാനുള്ള 2-3 കോൺസെപ്റ്റാണ് ജിയോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അതുപോലെ വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള സംഭവമാണിത്, ഈ പറയുന്ന ഒരു ഗുഡ് ആവറേജ് ആവാനുള്ള ഗുഡ് ആവറേജ് എന്ന് പറഞ്ഞല്ലോ, ഒരു ഗുഡ് ക്വസ്റ്റ്യനെയർ എന്ന പോലെ തന്നെ ഗുഡ് ആവറേജ് ആവാനുള്ള ക്വാളിറ്റീസും പറയുന്നത്. അതും പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കുക, ഈ പറയുന്ന മീനും മീഡിയനും തമ്മിലുള്ള റിലേഷൻ ഉണ്ടല്ലോ, മീൻ മീഡിയൻ മോഡ്, അത് തമ്മിലുള്ള റിലേഷൻ എന്ത് ചെയ്യുക, ആ എംപിരിക്കൽ റിലേഷൻ എന്തായാലും പഠിക്കുക. അത് വെച്ച് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നതാണ്, നിർബന്ധമായിട്ട് നോക്കിക്കുക. ഏറ്റവും അവസാനമായിട്ട് നോക്കാനുള്ള ഡിസൈൽസ് എന്താണെന്നും പെർസെൻറ്റൈൽസ് എന്താണെന്നും ആൻഡ് ക്വാർട്ടൈൽസ് എന്തായാലും നോക്കാനുണ്ട്. നമുക്കറിയാം ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഗങ്ങളാക്കുന്നത്, Q1 2 3
4 അല്ലേ. ഡിസൈൽസ് ആകുമ്പോൾ എത്രയാണ്, അത് 10 ഭാഗങ്ങളാണ് ആക്കുന്നത്. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 100 ഭാഗങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി 7ാമത്തെ ചാപ്റ്റർ, കാരണം എന്താണ്, 6th ചാപ്റ്റർ ഡിലീറ്റ് ആണ്. ഓക്കെ, 6th ചാപ്റ്റർ എന്താണ്, ഡിലീറ്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ 7ാമത്തെ ചാപ്റ്ററിൽ പോകുന്നു. 7ാമത്തെ ചാപ്റ്റർ കോറിലേഷൻ ആണ്. കോറിലേഷൻ്റെ ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ 5 ടൈപ്പാണുള്ളത്. ആ 5 ടൈപ്പുകൾ കാണിച്ചു തരാം. 1 പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, 2 പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, 3 നോ കോറിലേഷൻ ആണ് മൂന്നാമത്തെ നമുക്ക് വരുന്നത്. 4 നമുക്ക് വരുന്നത് എന്താണ്, ഈ പറയുന്ന പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, പോസിറ്റീവ് കോറിലേഷൻ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് വരുന്നത് നെഗറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഈ 5 എണ്ണമാണ് ടൈപ്സ് ഓഫ് കോറിലേഷൻ വരുന്നത്. അത് കാണിക്കുന്ന ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രാം. പിന്നെ നമുക്ക് ഉണ്ടായിരുന്ന കാൾ പിയേഴ്സൺ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പഠിക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആകെ പഠിച്ചാൽ മതി. 7th ചാപ്റ്ററിന് ആകെ ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി 8th ചാപ്റ്റർ ഇൻഡെക്സ് നമ്പറിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനേ ഉള്ളൂ. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് നീട്ടി പരത്തുന്ന കൊടുത്ത് മാത്രം എന്താണ് ഒരു ഇൻഡെക്സ് നമ്പർ സൂചിപ്പിക്കുന്നത് അത് പഠിച്ചു വെക്കുക. പിന്നെ ഇത് ചോദിക്കാറുണ്ട്, ഒരു ഇൻഡെക്സ് നമ്പറിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ അതിൻ്റെ യൂസസും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. നിർബന്ധമായിട്ടും ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, സിമ്പിൾ ആഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. അതുപോലെ നമുക്കറിയാം P01 / P1 ചെയ്യാറുണ്ടല്ലോ. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള വെയ്റ്റഡ് ഉണ്ട്, അതേപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, CPI, WPI, IPI ആൻഡ് API എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഇൻഡസ്ട്രിയൽ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് അഗ്രികൾച്ചർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണം നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നോക്കി വെച്ചിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, അത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഇൻഡെക്സ് ഉണ്ട്, HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. പിന്നെ സെൻസെക്സ് അഥവാ BSE ഭാരത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലോ അല്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിൽ വരുന്ന സെൻസെക്സ്. പിന്നെ എന്താണ് നിഫ്റ്റി എന്ന് പറയുമ്പോൾ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കീഴിൽ വരുന്ന NIFTY കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യം നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്യൂസ്, ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്തിൻ്റെ ഇൻഡെക്സ് നമ്മൾ തയ്യാറാക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന ഇഷ്യൂസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡെക്സ് നമ്പറാണ്. ഓക്കെ, ഇൻഡെക്സ് നമ്പറിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കാനുണ്ട്. അതുകൂടി പഠിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പറയുന്ന 8ാമത്തെ ചാപ്റ്റർ തീരും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്കൊരു ചാപ്റ്റർ കൂടി പഠിക്കാനുള്ളൂ, 9th ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മൾ ആകെ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിൻ്റെ ഉപയോഗങ്ങളാണ്. അതിൽ നമ്മൾ ആകെ പഠിക്കേണ്ടത് പ്രൊജക്റ്റ് റിപ്പോർട്ടും തമ്മിലുള്ള കാര്യം എന്താണെന്ന് പഠിക്കണം. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യം എന്താ, ഈ 2 കാര്യങ്ങൾ ടിക്ക് ചെയ്ത് 2 കാര്യങ്ങൾ ചോദിക്കുക. 1 ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന സ്റ്റെപ്പുകൾ എന്തെല്ലാം, 2 അതിൻ്റെ സ്ട്രക്ചർ എന്തെല്ലാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഐസോമാൽക്കോർ പഠിച്ച ഓർമ്മയുണ്ടോ, പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ ഒരു കാര്യം എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, ഐസോമാൽക്കോ പഠിച്ചിരിക്കണം, അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഐസോമാൽക്കർ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഐസോമാൽക്കോർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇനി ഈ പറയുന്ന സ്റ്റെപ്പുകൾ, ഓക്കെ, ഒരു പ്രോജക്റ്റിന് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഇൻട്രൊഡക്ഷൻ ആണ്, പിന്നെ നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം ആണ്, പിന്നെ വേണ്ട ഒബ്ജക്റ്റീവ്സ് ആണ്, പിന്നെ വേണ്ടതാണ് മെത്തഡോളജി നമ്മൾ നടത്തിയിരിക്കണം, പിന്നെ നമുക്ക് വേണ്ടതാണ് ഡാറ്റ അനാലിസിസ് ആണ്, പിന്നെ ലിമിറ്റേഷൻസ് ആണ്, പിന്നെ കൺക്ലൂഷൻസ് ആണ്. ഇതിനെല്ലാം ചേർത്തിട്ട് നമ്മൾ പറഞ്ഞ പേരാണ് ഐസോമാൽക്കോർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഐസോമാൽക്കോർ. അപ്പോൾ സാറേ ഈ കോർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്, റെഫറൻസ്. ഇനി അഥവാ റെഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ മറ്റൊരു പേരാണ് ബിബ്ലിയോഗ്രഫി എന്ന് പറയാറുണ്ട്. ഓക്കെ, ബിബ്ലിയോഗ്രഫി എന്നും പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ള, ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പഠിച്ചത് കറക്റ്റായിട്ട് റിവൈസ് ചെയ്യുന്നത് ഒരു പേടിയും പഠിക്കുന്ന ഷുവറായിട്ട് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ് മക്കളെ, വേറെ ഒന്നുമല്ല. കാരണം എന്താ പറയുക, നിങ്ങൾ ഇതിനൊരു എഫേർട്ട് എടുക്കുന്നുണ്ട് അല്ലേ, ഇതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് എന്തായാലും പാഴായി പോവില്ല, നല്ലൊരു മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. It's me Salsabin signing out from Eduport. Bye.